ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് വരകളും കോണുകളും എന്ന ചാപ്റ്ററിലെ തുടർച്ചയായ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന സെക്ഷൻ നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് അഥവാ കൂട്ടിമുട്ടാത്ത വരകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ കൂട്ടിമുട്ടുന്ന വരകളെക്കുറിച്ചായിരുന്നു പഠിച്ചത്. ഇൻ്റർസെക്റ്റ് ചെയ്ത വരകളും അതുപോലെ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോണുകളും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത കൂട്ടിമുട്ടാത്ത വരകളെക്കുറിച്ചാണ്. ഞാനിവിടെ 2 ലൈൻസ് വരയ്ക്കാം. ഇങ്ങനൊരു ലൈൻ വരച്ചു, ഇങ്ങനൊരു ലൈൻ വരച്ചു. ഈ 2 ലൈനുകളും കൂട്ടിമുട്ടുന്നില്ല. പക്ഷേ കുറച്ചുകൂടി നമ്മളിതിനെ നീട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഏതോ ഒരു പോയിന്റിൽ, ഏതോ ഒരു സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? ഇതാ ഇങ്ങനെയൊന്നു അത് പോകുന്ന ആ ദിശ തന്നെ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ അതെന്ത് ചെയ്യുന്ന കാണാം? കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ല, ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈനുകളുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ്? ഈ സ്കെയിലിൻ്റെതായി മുകൾ ഭാഗം വെച്ച് ഞാൻ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ താഴ്ഭാഗം കണ്ട ഇങ്ങനെ പോകുന്ന ലൈനുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ മുകളിലത്തെ ലൈനും താഴത്തെ ലൈനും തമ്മിലുള്ള അകലം അത് എല്ലായിടത്തും തുല്യമായിരിക്കും അല്ലേ? കാണുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ എത്ര നീട്ടി വരച്ചാലും, ഇത് ഈ പേജ് വരെ എനിക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങ് വരച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ ലൈനൊക്കെ കണ്ടിട്ടില്ലേ, കൂട്ടിമുട്ടാതെ പോകുന്നത്, റെയിൽവേ പാളത്തിൻ്റെ അതുപോലെ ഈ ലൈനുകളും എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല, അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും, ഒരുപോലെ പോകും അല്ലേ? അതായത് അവയ്ക്കിടയിലുള്ള അകലം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള ലൈൻസാണ്, വരകളാണ് യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടാത്ത വരകൾ. അതായത് ഈ കൂട്ടിമുട്ടാത്ത വരകളെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും കൂട്ടിമുട്ടാതെ പോകുന്ന ഈ വരകളാണ് പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ. ഇവിടെ നോക്കൂ, ഇങ്ങനെ പോകുന്ന 2 വരകൾ, ലംബമായി പോകുന്ന, പെർപെൻഡിക്കുലറായി പോകുന്ന ഈ 2 ലൈൻസ് ഇവയൊക്കെ എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഈ പാരലൽ ലൈൻസ് ആകണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അതായത് പഠിച്ച കാര്യം ഒരുപോലെ പോകണം, കൂട്ടിമുട്ടാതിരിക്കണം. ഇനി ഇത് കറക്റ്റ് പാരലൽ ലൈൻസ് ആകണമെങ്കിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ലൈൻ വരച്ചു, അതുപോലെ ഇങ്ങനൊരു ലൈൻ വരച്ചു. ഇത് രണ്ടും പാരലൽ ലൈൻ ആകണമെങ്കിൽ നമ്മളിതാ ഇതിന് ഇടയിലൂടെ വേറൊരു വര വരയ്ക്കുകയാണ്. അപ്പോൾ ഈ 2 ലൈൻസിനും ഇടയിലായിട്ട് ഇതാ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടോ? ഈ 2 ലൈനിൻ്റെയും ചരിവ്, വരയുടെ ചരിവെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ 2 കോണുകളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എന്നാൽ മാത്രമേ ഈ 2 ലൈനുകളും, ഞാനിപ്പോൾ പേര് കൊടുക്കുകയാണ്, AB എന്ന ലൈനും CD എന്ന ലൈനും പാരലൽ ആകണമെങ്കിൽ അതിനിടയിലൂടെ നമ്മൾ വരയ്ക്കുന്ന ഒരു ചരിഞ്ഞ വര മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കണം? 50 ഡിഗ്രി ആയിരിക്കണം. എന്നാലേ ഈ ABCD എന്താവുകയുള്ളൂ? പാരലൽ ആവുകയുള്ളൂ. ഇനി തിരിച്ച് ഇവിടെ 15 ഡിഗ്രിയും രണ്ടിടത്തും ഇതേപോലെ തുല്യമായ കോണുകളാണെങ്കിൽ ഈ 2 ലൈനുകളും എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. മനസ്സിലായോ? അതുപോലെ ഇവിടെയുള്ള, അപ്പോൾ ഇപ്പുറത്താണെങ്കിലോ, തിരിച്ചിപ്പുറത്താണെങ്കിൽ എന്ത് വരും? ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 130. നമ്മൾ പഠിച്ചല്ലോ, ഒരു വരയിൽ വീഴുന്ന 2 കോണുകളുടെ തുക 180. ഇവിടെയും എന്താണ്? 130. കണ്ടോ? ഇങ്ങനെ നോക്കിയാലും ഈ AB എന്ന വരയുടെ ലെഫ്റ്റ് സൈഡിൽ 130, CD എന്ന വരയുടെ ലെഫ്റ്റ് സൈഡിൽ 130, AB എന്ന വരയുടെ റൈറ്റ് സൈഡിൽ 50, CD എന്ന വരയുടെ റൈറ്റ് സൈഡിൽ 50 ഡിഗ്രി. ഒരു ഫിഗറും കൂടെ നോക്കാം. ഇവിടെ PQ എന്ന ലൈൻ RS എന്ന ലൈനിന് പാരലലാണ്. കണ്ടോ? ഒരുപോലെ പോയിരിക്കുകയല്ലേ, സമാന്തരമല്ലേ? അപ്പോൾ PQവിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആംഗിൾ ഒരു 100 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അതുപോലെ RSൻ്റെ മുകളിലുള്ള ആംഗിളും എത്ര തന്നെ ആയിരിക്കും? അപ്പോൾ 100 ഡിഗ്രി. കണ്ടോ? ഇവിടെ മുകളിൽ, ഈ വരയുടെ മുകളിൽ, അതുപോലെ ഈ RS എന്ന വരയുടെ മുകളിൽ ഒരേ ചരിവ് അല്ലേ? അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 180 നിന്ന് 100 കുറയ്ക്കുമ്പോൾ 80. അതായത് PQവിന് താഴെയാണത്. അതുപോലെ RSന് താഴെ എത്രയായിരിക്കും? 80. കണ്ടോ? ഇവിടെ ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് സൈഡിലും ഇവിടെ റൈറ്റ് സൈഡ് തുല്യമായിരിക്കും കോണുകളെ. ഇവിടെ ലെഫ്റ്റും എന്താണ്? തുല്യമാണ്. ഇവിടെ മുകളിൽ താഴെ. കണ്ടോ? നമുക്ക് പേജ് നമ്പർ 144 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് പാരലൽ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചുവടെയുള്ള ചിത്രത്തിലെ വരകളിൽ സമാന്തരമായ ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് പാരലൽ ലൈൻസ് ഇൻ ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചുവടെയുള്ള ചിത്രത്തിലെ വരകളിൽ സമാന്തരമായ ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിലോട്ട് നോക്കുമ്പോൾ അതാ ഇവിടെ ഒരുപാട് ലൈനുകൾ കാണാം. പെട്ടെന്ന് നോക്കുമ്പോൾ ഏതാണ് പാരലൽ ലൈൻസ്, സമാന്തര വരകളെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ?
പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനായി ഇവിടെ കോണളവുകൾ ആംഗിൾ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് അതിൻ്റെ ഇതിലിപ്പോൾ ഒരു സൈഡിലെ കോണുകളാണ് തന്നിരിക്കുന്നത്, നമുക്ക് മറു സൈഡും കൂടെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈ ഒരു ലൈനിൽ ബി ക്യൂ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 80. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്രയായിരിക്കും? ഇവിടെ 80 ആണെങ്കിൽ 180 നിന്ന് 80 മൈനസ് ചെയ്താൽ 100 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 100 കിട്ടും. അത് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ എത്ര? ഇങ്ങനെ തന്നിരുന്നത് എത്രയാണ്? 90 ഡിഗ്രി എന്നാണ് അല്ലേ? ഇത് 90 അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലും എത്രയാണ്? 180 നിന്ന് 90 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 90 അല്ലേ? അപ്പോൾ ഇവിടെയും എത്രയാണ്? 90. ഇനി ഈ ലൈനിൻ്റെ DS എന്ന ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ 80 കിട്ടും. അറിയാമല്ലോ, 180 നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ 80 കിട്ടി. ഇനി ഇവിടെ 90, ഇവിടെ എത്രയാണ്? 90. രണ്ട് സൈഡിലും എന്താണ്? 90. ഓക്കെ. ഇനി ഇവിടെയുണ്ട്. ഇവിടെ നമ്മളൊന്ന് ചെറുതായി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കേ, ഒന്ന് നീട്ടി വരച്ച് നോക്കിക്കേ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? ഇല്ലേ? അപ്പോൾ 180 നിന്ന് 70 മൈനസ് ചെയ്താൽ ഇവിടെ എത്ര വരും? 110 വരും. ഓക്കെ, ഇത്രയും ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഓരോ ലൈനിൻ്റെയും ചരിവ് തുല്യമായിട്ടുള്ള വരകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ AP ആ ചരിവ് എന്ന് പറയുന്നത് എത്രയാണ്? 110 ഡിഗ്രിയാണ്. ഇതേപോലെ ഒരേ ചരിവുള്ളതായി ഏതിനാണ്? UFനാണ് അല്ലേ? APയുടെ റൈറ്റിൽ 110, അതുപോലെ FUവിൻ്റെ റൈറ്റ് സൈഡിലും 110 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ APയും FUവും എന്ത് ലൈൻസാണ്? പാരലൽ ലൈൻസാണ്. ഒരു ജോഡി കിട്ടി. ഇനി അടുത്ത ഒരേ ചരിവുള്ളത് നോക്കാം. BQ എത്രയാണ്? ഇടതുവശത്ത് 100 ഡിഗ്രി, ലെഫ്റ്റ് സൈഡിൽ 100. അതുപോലെ അതേ ചരിവുള്ളത് കണ്ടോ? SDയിൽ ഇടതുവശത്ത് 100, വലതുവശത്ത് 80. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ്? 100, 80. ഇവിടെ അതുപോലെ 100, 80. കണ്ടോ? ലെഫ്റ്റിലെയും റൈറ്റിലെയും ചരിവുകൾ. അപ്പോൾ BQവും ഏതും SDയും പാരലലാണ്. BQ SD പാരലൽ. ഇനി അടുത്ത സമാന്തരമായിട്ടുള്ളത് നമുക്ക് കണ്ടാലേ അറിയാം അല്ലേ? ഇതായത് 90, 90. ഏതാണ്? RCയും TUവും. ഇനി ഏതുണ്ട്? എല്ലാം ആയല്ലോ. എത്ര എണ്ണം? 3 ജോഡി പാരലൽ ലൈൻസ്. അടുത്തതായി നമുക്ക് പാരലലോഗ്രാംസ് അഥവാ സാമാന്തരികങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ജോഡി പാരലൽ ലൈൻസ്, സമാന്തര വരകൾ വരയ്ക്കുകയാണ്. അതുപോലെ ഇങ്ങനെയും വരച്ചു. ഇങ്ങനെ വരയ്ക്കുന്നതും എന്താണ്? സമാന്തരങ്ങളായിട്ടുള്ള ലൈനുകളാണ്. എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം ഉണ്ടായില്ലേ? നോക്കൂ, ABCD. ഈ ABCDയുടെ പ്രത്യേകത എന്താണ്? AB ഏതിന് പാരലലാണ്? സമാന്തരമാണ്. CDക്ക് സമാന്തരമാണ്. അതുപോലെ BC എന്തിന് സമാന്തരമാണ്? ADക്ക് സമാന്തരമാണ് അല്ലേ? അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം, അതിൻ്റെ 4 വശങ്ങളും നോക്കുകയാണെങ്കിൽ മുകളിലത്തെ 2 വശങ്ങളും 2 എതിർവശങ്ങൾ, 2 ഓപ്പോസിറ്റ് സൈഡ്സ്, ലെഫ്റ്റും റൈറ്റിലും ഉള്ള 2 എതിർവശങ്ങൾ എന്തായിരിക്കണം? പാരലലായിരിക്കണം, സമാന്തരമായിരിക്കണം. മാത്രമല്ല ഈ ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ തുല്യവുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ABCDയെ എന്താണെന്ന് നമുക്ക് വിളിക്കാം? ഒരു പാരലലോഗ്രാം എന്ന് വിളിക്കാം. പാരലലോഗ്രാം അഥവാ സാമാന്തരികം. സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്താണ്? സാമാന്തരികത്തിന് 4 വശങ്ങളാണുള്ളത്. ഓരോ ജോഡി എതിർവശങ്ങളും സമാന്തരവുമാണ്, തുല്യവുമാണ്. ഓരോ ജോഡി ഓപ്പോസിറ്റ് സൈഡ്സും പാരലലുമാണ്, ഈക്വലുമാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 146 സാമാന്തരികം വരയ്ക്കാനായിട്ട്, പാരലലോഗ്രാം വരയ്ക്കാനായിട്ട് ചോദ്യങ്ങളുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. ഡ്രോ ദ പാരലലോഗ്രാംസ് ഷോൺ ബിലോ. ചുവടെയുള്ള സാമാന്തരികങ്ങൾ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ദ പാരലലോഗ്രാംസ് ഷോൺ ബിലോ. ചുവടെയുള്ള സാമാന്തരികങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഒന്നാമത് വരയ്ക്കാനുള്ള പാരലലോഗ്രാം ഞാനിവിടെ റഫായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഒരു കോൺ മാത്രം പോരാ, നമുക്കിനി എന്ത് വേണം? ഒരു കോണളവും കൂടി വേണം, ഇവിടുത്തെ ആംഗിളും കൂടി വേണം. എന്നാലേ നമുക്കിത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, 2 സമാന്തര വരകളുടെ ചരിവുകൾ എങ്ങനെയായിരിക്കണം? തുല്യമായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഇതിനെ ഇങ്ങ് നീട്ടുകയാണെങ്കിൽ ഇവിടെ എത്ര വരണം? ഈ വരയും ഈ വരയും നമ്മൾ പഠിച്ചല്ലോ. സാമാന്തരികമാണെങ്കിൽ, പാരലലോഗ്രാം ആണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് പഠിച്ചു. പാരലൽ ആണെങ്കിൽ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ 70 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടുത്തെ കോൺ എത്ര ആയിരിക്കും? 180 നിന്ന് 70 മൈനസ് ചെയ്താൽ മതി. കണ്ടോ? 110. അപ്പോൾ ഇനി നമുക്ക് നീട്ടി വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഇവിടെ കിട്ടിയിരിക്കുന്ന കോൺ ഏതാണോ അതിൽ നിന്ന് 180 മൈനസ് ചെയ്താൽ അടുത്ത കോണ് കിട്ടും അല്ലേ? അപ്പോൾ പാരലലോഗ്രാമിൻ്റെ അടുത്ത കോണെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും?
110 ഡിഗ്രി ആയിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പാരലലോഗ്രാമിന് എതിർ കോണുകൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് വരുന്ന കോണുകളും തുല്യമായിരിക്കും. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും 70 ആയിരിക്കും. ഇവിടെ 110 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 110 ആയിരിക്കും. നമുക്ക് വരയ്ക്കാൻ രണ്ടിടത്തെ കോണളവ് മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70, ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എന്താണ്? 110. അതായത് ഓപ്പോസിറ്റ് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും കേട്ടോ. അടുത്തടുത്തുള്ള ആംഗിൾസ്, അഡ്ജസൻ്റ് ആംഗിൾസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? 180ൽ നിന്ന് ഒരു ആംഗിൾ മൈനസ് ചെയ്തു. കണ്ടോ, ഇവിടെ 180, 180ൽ നിന്ന് 70 മൈനസ് ചെയ്യുമ്പോൾ 110, 180ൽ നിന്ന് 70 മൈനസ് ചെയ്യുമ്പോൾ 110. കണ്ടോ, അങ്ങനെയല്ലേ? അടുത്തടുത്തുള്ള കോണളവുകൾ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കണം? 180 ആയിരിക്കണം. നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് 4 സെൻറ്റിമീറ്ററാണ്. 4 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തു. ഇനി നമുക്ക് പ്രൊട്രാക്ടർ എടുത്ത് 70 ഡിഗ്രി മാർക്ക് ചെയ്യാം. 70 ഡിഗ്രി മാർക്ക് ചെയ്തു. നീട്ടി വരയ്ക്കുക. ഇനി നമുക്ക് ഈ സൈഡ് എത്രയാണ്? 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സ്കെയിലിൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ നമ്മൾ 70 ഡിഗ്രിയാണ്. ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 110 അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 110 ഡിഗ്രി എടുക്കാം. 110 ഡിഗ്രി മാർക്ക് ചെയ്തു. നീട്ടി വരയ്ക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 110. പിന്നെ പ്രത്യേകത എന്താ? പാരലലോഗ്രാമിന് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും എത്രയാണ്? 3 ആയിരിക്കും. അപ്പോൾ 3 ആകുമ്പോൾ ഇവിടെയും എത്ര തന്നെയാണ്? 3 തന്നെയാണ്. 3 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. 3 സെൻറ്റിമീറ്റർ. ആ 2 പോയിൻറ്റുകളും കൂടി എന്ത് ചെയ്യാം? നമുക്ക് ചേർത്ത് വരയ്ക്കാം. കണ്ടോ, ഇങ്ങനെയാണ് പാരലലോഗ്രാം വരയ്ക്കേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ഫിഗറും ഞാനിവിടെ റഫായി വരച്ചിട്ടുണ്ട്. നമുക്കറിയാം 2 കോണുകൾ വേണമല്ലേ? അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ ഈ ഭാഗത്തെ കോണളവ് എത്രയാണ്? 180ൽ നിന്ന് 120 കുറച്ച് നോക്കുക, മൈനസ് ചെയ്ത് നോക്കുക, 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 60 ഡിഗ്രി. 2 കോണും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായി. ഇവിടെ താഴ്ഭാഗത്ത് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടുത്തെ കോണളവ് 60 ഡിഗ്രിയാണ്. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ വെച്ചുകൊണ്ട് 60 ഡിഗ്രി കുത്തിട്ടു. നീട്ടി വരച്ചു. എത്ര സെൻറ്റിമീറ്ററാണ്? ലെഫ്റ്റിൽ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. 3. ഇവിടെ 60 എന്ന് എഴുതുക. താഴ്ഭാഗത്ത് 5 സെൻറ്റിമീറ്റർ. ഇനി ഇവിടുത്തെ കോണളവ് എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ റൈറ്റ് എൻഡ് പോയിൻറ്റിൽ വെച്ചുകൊണ്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. 120 ഡിഗ്രി മാർക്ക് ചെയ്തു. നീട്ടി വരച്ചു. ലെഫ്റ്റിൽ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റൈറ്റും എന്ത് തന്നെ ആയിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 3. ആ 2 മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടി ചേർത്ത് വരയ്ക്കുക. ഓക്കെ, പാരലലോഗ്രാം കിട്ടി. അടുത്തതായിട്ട് 3ാമത്തെ ഫിഗർ നോക്കാം. ഇവിടെ 3ാമത്തെ ഫിഗർ നോക്കുമ്പോൾ കോണളവ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് അല്ലേ? നമുക്ക് ഫിഗർ വരയ്ക്കാൻ എളുപ്പം സൈഡ് കിട്ടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കോണ് കിട്ടിയാലാണ് വരയ്ക്കാൻ എളുപ്പം അല്ലേ? അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ നേരത്തെ പറഞ്ഞു തന്നല്ലോ, ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റും എന്ത് തന്നെ ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, ഇവിടെ എത്രയായിരിക്കും? 180ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? നമുക്ക് 50 മൈനസ് ചെയ്യാം. എത്ര ഡിഗ്രിയാണ്? 130 ഡിഗ്രി. അപ്പോൾ ഇവിടെ 130 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എടുത്തു. ലെഫ്റ്റ് എൻഡിൽ നിന്ന് 50 ഡിഗ്രി മാർക്ക് ചെയ്തു. അവിടെ 2 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യേണ്ടത്. 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 50 ഡിഗ്രി. അടുത്തതായിട്ട് ഇവിടെ എത്രയാണ്? റൈറ്റ് എൻഡിൽ 130. അപ്പോൾ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 130 മാർക്ക് ചെയ്യുക. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ചേർത്ത് വരയ്ക്കാം. ഓക്കെ, 4ാമത്തെ ഫിഗർ വരയ്ക്കാനായിട്ട് നമുക്ക് ആംഗിൾ സൈഡ്സിൻ്റെ അടുത്ത ആംഗിളിനെ കൊണ്ടുവരാം. ഇവിടെ 140 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 180ൽ നിന്ന് 140 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 40 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ്? 40 ഡിഗ്രി.
അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാണ് 140 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമുക്കിനി വരയ്ക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് 40 ഡിഗ്രി മാർക്ക് ചെയ്തു നീട്ടി വരച്ചു. അവിടെയും എത്ര തന്നെയാണ്, ആ സൈഡ് 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ മാർക്ക് കൊടുത്തു. ഇനി ഈ എൻഡിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് 140, ഇവിടെ 40 അല്ലേ എടുത്തത്, 40, ഇവിടെ 3 സെൻറ്റിമീറ്റർ എഴുതണം കേട്ടോ. മെഷർമെൻറ്റൊക്കെ നമ്മൾ എഴുതി വെക്കണം, എന്നാലും നമുക്ക് ഫുൾ മാർക്കും കിട്ടുകയുള്ളൂ. ഇനി റൈറ്റ് സൈഡിൽ 140 നീട്ടി വരയ്ക്കുക. ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്ററാണ് സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി ആ 2 പോയിൻ്റ് കൂടി ചേർത്ത് വരയ്ക്കുക കേട്ടോ. ഇവിടെ എത്രയാണ് 140. ഓക്കെ.